2009 മോഡലൊരു മാരുതി 800 ആണ് ഈ കാണുന്നത്. 2029 വരെ നിലവിൽ പേപ്പറും കാര്യങ്ങളും ഉള്ള റണ്ണിങ് കണ്ടീഷനുള്ള വാഹനമാണ്. 2029 വരെ നിലവിൽ ഈ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളും ഉള്ളതാണ്. അത്യാവശ്യം വണ്ടി റണ്ണിങ് കണ്ടീഷനിലുള്ള ഒരു വാഹനം തന്നെയാണത്. അപ്പം ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം ഒരു 2 ടയർ ഏകദേശം ഒരു 70% ഉള്ള ടയറുകളാണ്. അതുപോലെ ബേക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50% ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ബോഡി നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു തിളക്കം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലും ആ ലാസ്റ്റ് ഒരു സൈഡിലുമായിട്ട് ചെറിയൊരു തിളക്കമുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഡോർ തുറക്കുമ്പം ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇതിൻ്റെ വിട്ടുപോയിട്ടുണ്ട്. ഇതൊന്ന് പിന്നെ അടിച്ച് സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ പൊതുവേ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2009 മോഡൽ വണ്ടിയാണ്. അപ്പോൾ വണ്ടി പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ അത്യാവശ്യം താഴെയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള സീറ്റും കാര്യങ്ങളാണ്. പിന്നെ സീറ്റും കാര്യങ്ങളും ഇപ്പം ഇത് ഊരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. മുകൾ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുണ്ട്. ഇപ്പം 4 ഡോറിൻ്റെയും നമുക്ക് ഈ ഒരു ഉള്ളിലെ ഭാഗങ്ങളൊന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. AC നിലവിലുള്ള വണ്ടിയാണ്, പക്ഷെ ഇപ്പം വർക്കിംഗ് കണ്ടീഷനല്ല AC ഉള്ളത്. അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് AC അത്യാവശ്യം രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഉള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ഇത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഒന്ന് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടീഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പം മെയിനായിട്ട് വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് സ്റ്റിയറിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ആക്സിൽ ഒക്കെ പോയി കിടക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ മാത്രം നിലവിൽ ഇപ്പം വണ്ടിക്കുള്ളൂ. വണ്ടി എടുക്കുന്നവർക്ക് ഏകദേശം ഒരു 10,000 രൂപയുടെ താഴെയൊക്കെ വരുന്ന ചെറിയ വർക്കുകൾ മാത്രമേ വരുള്ളൂ. എൻജിൻ വർക്കൊക്കെ കണ്ടീഷൻ എടുക്കുന്ന വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ എൻജിൻ റൂം അത്യാവശ്യമൊക്കെ നീറ്റായിട്ട് തന്നെ ഉള്ളതാണ്. നിലവിൽ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 65,000 രൂപയാണ്. 2029 വരെ പേപ്പറും കാര്യങ്ങളും ഉള്ള റണ്ണിങ് കണ്ടീഷനുള്ള വാഹനം. അത്യാവശ്യം റഫ് യൂസിനാണ് അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 29 വരെ തന്നെ പേപ്പറും കാര്യങ്ങളും ഫുള്ള് ഉള്ള വാഹനമാണ്. അപ്പം ഈ വാഹനം ഇഷ്ടപ്പെട്ട ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കുക.